to create a domain controller. നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും വിൻഡോസ് സെർവർ 2022 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്തിനാണ് ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ ഒത്തിരി യൂസേഴ്സ് ഉണ്ടാവും, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, പ്രിൻറ്റേഴ്സ് ഉണ്ടാവും, ഗ്രൂപ്പുകൾ OU തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ, അതായത് എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഡൊമൈൻ കൺട്രോളർ വേണം. അതായത് ഇപ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ടറുകൾ നമ്മൾക്ക് ഡൊമൈൻ കൺട്രോളറുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾക്ക് യൂസേഴ്സിനെയൊക്കെ നമ്മൾക്ക് ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ യൂസേഴ്സിനൊക്കെ ഓരോരോ കമ്പ്യൂട്ടറിൽ കയറി വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളുടെ കാര്യവും നമ്മൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ഈ സെർവറിലിരുന്നുകൊണ്ട്, അതായത് നമ്മുടെ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്ന സെർവറിലിരുന്നുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിനായിട്ടും സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഡൊമൈൻ കൺട്രോളർ വേണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും വിൻഡോസ് സെർവർ 2022 ഉപയോഗിച്ചാണ് ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പ്രീവിയസ് വെർഷൻ ആയിട്ടുള്ള 2019 വിൻഡോസ് സെർവർ 2016 2012 എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വിൻഡോസ് സെർവർ 2022 ആണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ഫിസിക്കൽ സെർവർ മെഷീനോ അല്ലെങ്കിൽ വെർച്വൽ സെർവർ മെഷീനോ വേണം. അതായത് സെർവർ ഹാർഡ്വെയർ കോൺഫിഗർഡ് ആയിട്ടുള്ള മെഷീൻസ് വേണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് സെർവർ OS ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസ് സെർവർ 2022 ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ADDS എന്ന് പറയുന്ന റോള് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾക്ക് ഏത് ടൈപ്പ് ഡൊമൈൻ കൺട്രോളർ ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലോട്ട് നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡൊമൈൻ നെയിം ഉണ്ടല്ലേ, ഡൊമൈൻ എന്നുള്ളതുണ്ട്. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ ആണ്. അതായത് ഇപ്പോൾ മൈ IT ഫ്രണ്ട്സ് എന്ന് പറയുന്ന നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമുക്ക് ഡൊമൈൻ നെയിം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് ഉചിതം പോലെ നിങ്ങൾക്ക് എന്ത് പേരിലും ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ സെർവർ ഇല്ല. പകരം ഞാൻ VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി വിൻഡോസ് സെർവർ 2022 എന്ന OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ IP അഡ്രസ്സും അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്കും പ്രിഫേർഡ് DNSഉം എല്ലാം കോൺഫിഗർ ചെയ്യണം. ഈ മെഷീൻ്റെ തന്നെ IP അഡ്രസ്സാണ് പ്രിഫേർഡ് DNS ആയിട്ടും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെർവറിലോട്ട് പോകാം. സെർവറിൽ പോയിട്ട് നമ്മൾക്ക് ഈ IP അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം സെർവറിലോട്ട് പോകുന്നു. സെർവറിൽ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റണ്ണിനകത്ത് കമാൻഡ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് IP കോൺഫിഗ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും IP അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം അറിയണമെങ്കിൽ // എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് IP അഡ്രസ്സ് അതുപോലെ തന്നെ DNS സെർവർ തുടങ്ങിയ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടെ IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റണ്ണിനകത്ത് mcpa.cpl എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് NIC റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് IPv4 സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് IP അഡ്രസ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാരണവശാലും സെർവറിന് ഒപ്റ്റൈൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി, ഒപ്റ്റൈൻ DNS സെർവർ അഡ്രസ് ഓട്ടോമാറ്റിക്കലി തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കരുത്. നമ്മൾക്ക് സ്റ്റാറ്റിക് ആയിട്ട് വേണം കൊടുക്കാൻ. അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സെർവറിൻ്റെ IP അഡ്രസ്സ് മാറിപ്പോവും. അതോടുകൂടി എന്ത് പറ്റും? പ്രശ്നങ്ങളുണ്ടാവും. അതായത് നിങ്ങളുടെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ നിങ്ങൾക്ക് മാസം തോറും മാറിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കും വേറെ ആരെങ്കിലും അല്ലേ കിട്ടുന്നത്, അതായത് വേറെ ഏതെങ്കിലും വീട്ടിലോട്ടായിരിക്കും കോൾ പോകുന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാറ്റിക് IP വേണം എപ്പോഴും കൊടുക്കാനായിട്ട്. പിന്നെ ഈ കൊടുക്കുന്ന സ്റ്റാറ്റിക് IP വേറൊരു കമ്പ്യൂട്ടറിനും അസൈൻ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഈ സെർവർ OS ഇട്ടിട്ടുണ്ട്. സെർവർ OS ഇട്ടിരിക്കുന്ന നമുക്കിപ്പോൾ ദിസ് PC ഐക്കണെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും പ്രോപ്പർട്ടീസ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും എന്ത് നമ്മൾക്ക് വിൻഡോസ് എഡിഷൻ എന്നുള്ളത് വിൻഡോസ് സെർവർ 2022 ഡാറ്റാ സെൻറ്റർ ഇവാലുവേഷൻ ആണെന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സ്റ്റാർട്ടിൻ്റെ ഇവിടുത്തെ സെർച്ച് ഐക്കണിൽ സെർച്ച് ബോക്സിൽ നമ്മൾക്ക് സെർവർ മാനേജർ എന്നുള്ളൊരു കൺസോൾ നമുക്ക് ടൈപ്പ് ചെയ്യുക. സെർവർ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെയാണ് സെർവർ മാനേജർ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഇതിനകത്ത് ലോക്കൽ സെർവറെ ക്ലിക്ക് ചെയ്യുക. ലോക്കൽ സെർവറിൽ വന്നിട്ട് ഈ കമ്പ്യൂട്ടർ നെയിം
ഇവിടെ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉചിതം പോലെ കോൺഫിഗർ ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ്സുകളെല്ലാം ഓക്കെ ആക്കിയിരിക്കണം. IP അഡ്രസ്സ് കൊടുത്തിരിക്കണം. റിമോട്ട് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ പേര് പിന്നെ DC ആക്കിയ ശേഷം നമ്മൾ ഈ പേര് മാറ്റാൻ നിൽക്കരുത്. ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും തന്നെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇവിടെയുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റഡി പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടൂൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഒരു സ്നാപ്ഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഓക്കെ, ബിഫോർ 80 days എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയായാലും സ്നാപ്ഷോട്ടൊക്കെ എടുത്ത് വെക്കാം. അത് പിന്നീട് നമ്മൾക്ക് എന്തെങ്കിലും എററൊക്കെ അടിക്കുവാണെങ്കിൽ തിരിച്ച് ഇപ്പോഴത്തെ ഈ ടൈമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലോട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ്. എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് IP അഡ്രസ്സും കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് ADDS എന്ന് പറയുന്ന റോള് നമ്മൾ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾക്ക് മാനേജ് എടുക്കുക. മാനേജിൽ ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് ബിഫോർ യു ബിഗിൻ, അതായത് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഹാസ് എ സ്ട്രോങ് പാസ്വേഡ്. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിന് നല്ലൊരു പാസ്വേഡ് കൊടുത്തിരിക്കണം, സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുത്തിരിക്കണം. പിന്നെ IP അഡ്രസ്സ് എല്ലാം കോൺഫിഗർ ചെയ്തിരിക്കണം. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മെസ്സേജ് ഇത് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ദിസ് പേജ് ബൈ ഡീഫോൾട്ട് എന്നുള്ളത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ റോൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ റോൾ ബേസ്ഡ് ഇൻസ്റ്റലേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു സെർവർ മാത്രമേ ഉള്ളൂ. ഈ സെർവറിലാണ് നമ്മൾ നമ്മൾ ADDS ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങൾ കുറേ സെർവറുകളൊക്കെ നിങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ ഓരോ സെർവറുകളുടെ പേര് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണമുള്ളൂ, അതുകൊണ്ട് അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് വേണ്ടത് റോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുകയാണ്. ഇവിടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്നുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് ADDS ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ആഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ടിക്ക് മാർക്കും എല്ലാം ഓണായി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ റീസ്റ്റാർട്ട് ദ ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ് എന്നുള്ളത് കൊടുക്കുക. യെസ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നതാണ്. ആവശ്യം വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കേണ്ട കോൺഫിഗറേഷൻ റിക്വയർഡ് ഇൻസ്റ്റലേഷൻ സക്സീഡഡ് ഓൺ 02/2022. അതായത് ഈ സെർവറിൽ ഇൻസ്റ്റലേഷൻ സക്സീഡഡ് ആയി. ഇനി നമുക്ക് പ്രൊമോട്ട് ദിസ് സെർവർ ടു എ ഡൊമൈൻ കൺട്രോളർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ആവശ്യാനുസരണം ADDS ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾക്ക് ഏത് ടൈപ്പ് ഡൊമൈൻ കൺട്രോളറാണ് വേണ്ടെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഈ കമ്പനിയിലെ ആദ്യത്തെ ഡൊമൈൻ കൺട്രോളറാണിത്. അതായത് റൂട്ട് ഡൊമൈൻ കൺട്രോളറാണിത്, അല്ലെങ്കിൽ റൂട്ട് സെർവറാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് myitfriends.com എന്നാണ്. യൂസേഴ്സ് എല്ലാം പിന്നീട് ആഡ് ചെയ്യുമ്പോഴത്തേനും യൂസർ നെയിം @myitfriends.com എന്നാവും. കമ്പ്യൂട്ടറിൻ്റെ പേരും ആ കമ്പ്യൂട്ടറിൻ്റെ പേര് .myitfriends.com എന്നാവും. അതായത് എല്ലാം ജോയിൻ ചെയ്തായി കഴിയുമ്പോൾ ആ ഒരു ഡൊമൈൻ നെയിം കൂടെ ചേർത്തിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ കാണാൻ സാധിക്കും. ഇവത്തെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൊമോട്ട് ദിസ് സെർവർ ടു എ ഡൊമൈൻ കൺട്രോളർ എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പനിയിലെ ആദ്യത്തെ ഡൊമൈൻ കൺട്രോളറാണിത്. പ്രധാനപ്പെട്ട റൂട്ട് ഡൊമൈൻ കൺട്രോളറാണിത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ആഡ് എ ന്യൂ ഫോറസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ റൂട്ട് ഡൊമൈൻ നെയിം കൊടുക്കുക. myitfriends.com എന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഫങ്ഷൻ ലെവലും ഡൊമൈൻ ഫങ്ഷൻ ലെവലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ കമ്പനിയിൽ റണ്ണാവുന്ന ഏറ്റവും ഓൾഡ് വേർഷൻ ആയിട്ടുള്ള സെർവർ ഏതൊക്കെയാണുള്ളത് അതുവരെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഞാനിപ്പോൾ 2012 ആണ് എൻ്റെ കമ്പനിയിൽ ഏറ്റവും നിലവിലുള്ള പഴയ OS എന്ന് പറയുന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. കാരണം ഇത് സെലക്ട് ചെയ്താൽ ഇതിൽ താഴോട്ടുള്ള ഒന്നിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു DSRM പാസ്വേഡ് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനതും admin@123 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു.
ഇവിടെ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. എന്തെങ്കിലും എററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ എല്ലാ ചെക്സും സക്സസ്ഫുള്ളി പാസ്ഡ് ആണെന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇത് ക്ലോസ് കൊടുക്കുന്നു. ഇതിപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഇപ്പം റീസ്റ്റാർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് നമുക്ക് കൺട്രോൾ ആൾട്ട് ഇൻസേർട്ട് പ്രസ് ചെയ്യാം അൺലോക്ക് ആവുന്നതിന്. അല്ലെങ്കിൽ നമുക്ക് ഈ കീ പ്രസ് ചെയ്യാം. അഡ്മിൻ ഇതിപ്പോൾ കാണാൻ സാധിക്കും മൈ IT friends/administrator. അതായത് മൈ IT friends എന്ന് പറയുന്ന അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ അല്ല, മൈ IT friends എന്ന് പറയുന്ന ഡൊമൈൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. admin@123 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒന്നുകൂടെ ലോക്കൽ സെർവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ നെയിമിൻ്റെ കൂടെ ഡൊമൈനിലൂടെ ആഡായിട്ടുണ്ട്. ഇത് myitfriends.com എന്നൂടെ ആഡായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് നമ്മളൊരു ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വേണമെങ്കിൽ നമ്മൾക്കിതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നു. ടേക്ക് എ സ്നാപ്ഷോട്ട്. ഇവിടെ DC01 എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ടേക്ക് എ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇനി റോൾസൊക്കെ ഓരോന്നൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് എന്തെങ്കിലും എററുകൾ വരുവാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലോട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്, ലാബ് ചെയ്യുമ്പോൾ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.